ഡോക്ടർ ഗോപിനാഥൻ പിള്ള. അപ്പം അങ്ങൊരു സോഷ്യോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വം. ഇപ്പോൾ LDF അതിൻ്റെ മോട്ടോവായിട്ട് പറയുന്നത് ഞങ്ങളല്ലാതെ മറ്റാരും, ഞങ്ങളല്ലാതെ മറ്റാരും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. മറ്റാളുകളാണ് ഉള്ളത് ഇപ്പോഴും. LDF അല്ല ഇപ്പോൾ ആക്ച്വലി ഈ ഫീൽഡിലുള്ളത്, മറ്റാളുകളാണ്. കാരണം 10 വർഷത്തെ അവരുടെ ഭരണം, ആ ഭരണം ജനങ്ങളെയൊക്കെ LDFൽ നിന്ന് അകത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ LDF അല്ലാത്ത ആളുകൾക്കാണ് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നത്. വളരെ വലിയ അടിയൊഴുക്കുകളാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത്. എന്താണ് ഈ അടിയൊഴുക്ക്? എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഏകദേശം ഒരു രൂപം? ഒന്ന്, ഭരണവിരുദ്ധ വികാരം തരംഗം വളരെ വ്യക്തമാണ് കേരളത്തിൽ. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ തിക്തഫലങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. ഒരു തിക്തഫലം എന്ന് പറയാം. എന്താണ് ഞങ്ങൾക്കെതിരെ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കാറുള്ളത്. തീർച്ചയായിട്ടും ഒരെണ്ണം, ഒരു ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്, നമ്മൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ലോകം ആരാധിക്കുന്ന ശബരിമല ക്ഷേത്രത്തില് സ്വർണം കൊള്ളയടിച്ചെടുത്തു. അത് വളരെ വ്യക്തമല്ലേ? അത് ഉന്നതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അത് നടന്നതെന്നുള്ള കാര്യം അതിന്റെ പ്രൊസീജിയർ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാണ്. ഓക്കെ, തീർച്ചയായിട്ടും അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ പാറശാല വരെ എത്ര സഹകരണ സംഘങ്ങളിൽ പാവങ്ങൾ നിക്ഷേപിച്ച പണം കൊള്ളയടിച്ചെടുത്തിട്ടുണ്ട്. അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ പാവങ്ങളുടെ കണ്ണുനീര് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കത്തില്ലേ? അതേപോലെ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഗവൺമെന്റിന്റെ വിഭവം സമാഹരണം വൻതോതിൽ നടത്തുക. അതിന് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളിൽ ഏതെല്ലാം ചാർജുകൾ, ഫീസുകൾ, നികുതികൾ, പിഴകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമോ അതെല്ലാം മാക്സിമം വർദ്ധിപ്പിക്കുക. ഇതാരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? കേരളത്തിലെ ജനങ്ങളെയല്ലേ. നമ്മളൊരു കാറുമായിട്ട് തിരുവനന്തപുരത്തോട്ട് വന്ന് ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഒതുക്കിയിട്ടിട്ട് മരുന്ന് വാങ്ങിക്കാൻ കയറിയിട്ട് ഇറങ്ങുമ്പോൾ 250 രൂപയുടെ പിഴ. പോലീസുകാർ വരിക, സകല കാറിന്റെയും ഫോട്ടോ എടുക്കുക, പിഴയടിക്കുക. എന്തിനു വേണ്ടിയാണ്? ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള പിഴകളുണ്ടോ? എത്രമാത്രം ഇരട്ടിയാണ്. ഈവൻ ആരോഗ്യ വകുപ്പിൽ തന്നെ ചെറിയ ചെറിയ ചാർജുകൾ എത്രയോ വലിയ ചാർജുകളാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോഴും ആരോഗ്യവകുപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ 5 രൂപ 10 രൂപ ഫീസ് സാറ് പറയുമ്പോൾ ഇപ്പോഴും സാധാരണക്കാരുടെ ഒരു വാഹനമല്ല, ആവശ്യമായിട്ടുണ്ട് കോവിഡിനെ തുടർന്ന്. ഇപ്പൊ എല്ലാവരും ഒരു കാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരുടെയും ഒരു വാഹനമാണ്. ഈവൻ 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു കാർ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മൾ കമ്പാരിറ്റീവ്ലി ഇപ്പൊ അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ടവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരെ അഫക്റ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വിലക്കയറ്റമായിരിക്കും. മാർക്കിംഗ് അല്ല, അല്ലേ? ആ പ്രശ്നത്തിൽ എന്താ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ടോ? എല്ലാ കാര്യത്തിലും വിലക്കയറ്റം ഉണ്ടായിട്ടില്ലേ? നമ്മളിവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ. കേരളത്തിന്റെ കാർഷിക വികസനത്തിന് യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. എന്ത് കോൺട്രിബ്യൂഷനാണുള്ളത്? ഇവിടെ നമ്മുടെ അരി ഉൽപാദനം വർദ്ധിപ്പിച്ചോ? പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിച്ചോ? പഴങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചോ? ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. കാർഷിക മേഖലയ്ക്ക് എന്താണ് ചെയ്തത് ഇവർ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോയി വാങ്ങിക്കുക, അതിന്റെ കമ്മീഷൻ പറ്റുക. അതിനപ്പുറത്തേക്ക് എന്താണ് കേരളത്തിൽ കാർഷിക മേഖലയിൽ ചെയ്തത്? കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും കൃഷിഭവനില്ലേ? ഈ കൃഷിഭവനുകൾ വഴി നമ്മുടെ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിച്ചുകൂടെ? അത് പറയുമ്പോഴാണ് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ട പ്രത്യേക ഒരു കാര്യം. ഈ ചന്ദ്രശേഖരൻ നായരാണ് പാവങ്ങൾക്ക് വേണ്ടി മാവേലി സ്റ്റോറുകൾ. തീർച്ചയായിട്ടും വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് അത്. മാവേലി അത് പിന്നെ മാവേലി സ്റ്റോറുകൾ ഇപ്പൊ ഇല്ല. അതിന് വരെ സപ്ലൈകോ വന്നു. സപ്ലൈകോ വന്ന സമയത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് അവിടെ പ്രധാനപ്പെട്ട നിത്യോപയോഗ സാധനങ്ങളിൽ 13 ഇല്ലാതെ, പ്രധാനപ്പെട്ട 13 വില കുറച്ച് കിട്ടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഐറ്റങ്ങളിൽ അവിടുത്തെ ഈ ട്രഷറി കാലിയായി എന്ന് പറയുന്ന പോലെ അവിടുത്തെ റാക്കുകൾ നമ്മളെല്ലാം കാണുന്നതാണ്. സപ്ലൈകോയുടെ ഏത് ഷോപ്പിൽ നമ്മൾ പോയി നോക്കിയാലും കാലിയായ റാക്കുകൾ. അതെ,
ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ ഇല്ല. എന്തുകൊണ്ടില്ല? അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ അവിടെ ഒരു വൈരുദ്ധ്യം കാണുന്നതെന്ന് വെച്ചാൽ ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന CPI-ക്കാർ ഒരഴിമതിയും നടത്താത്ത വിധം ഏറ്റവും ഭംഗിയായിട്ട് നടത്തി കേരളത്തിലെ ആളുകൾക്ക് പ്രയോജനം ഉണ്ടാക്കിയ ഒരു വകുപ്പാണ് ഭക്ഷ്യവകുപ്പ്. അദ്ദേഹത്തിനെതിരെ അന്നത്തെ സ്ഥാപിത വ്യാപാര താല്പര്യക്കാർ വാമന സ്റ്റോഴ്സ് എന്നും പറഞ്ഞൊരു ബദലൊക്കെ ഉണ്ടാകുക പൊളിഞ്ഞുപോയി. അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് ഇദ്ദേഹം ഈ ചന്ദ്രശേഖരൻ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ചു ഒരു അഭിമുഖത്തിൽ, എന്താണ് ഈ ഭക്ഷ്യവിതരണ വകുപ്പിൻ്റെ വിജയത്തിന് പിന്നിലുള്ളത്? ഒരഴിമതി ഒരസംബ്ലിയിലും ഒരിക്കലും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടില്ല. വളരെ സിമ്പിളായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഓരോന്ന് വാങ്ങിക്കുമ്പോഴും ഞാൻ അതിൻ്റെ അക്കൗണ്ട് ചോദിക്കും, അത് നോക്കും. ഒരഴിമതിക്കും പഴുതില്ലാത്ത വിധം ഭരിച്ച ആ മന്ത്രിയുടെ സ്ഥാനത്താണ് ഈ സാധനങ്ങളില്ലാതെ കേന്ദ്രത്തിനെ പഠിക്കുന്ന മറ്റൊരു മന്ത്രി കേരളത്തിൽ. അല്ലേ? അപ്പൊ ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞത് ഭരണത്തിന്റെ ഏതാണ് ഈ നെടുന്തൂണാണ് പറഞ്ഞത്, അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇതില്ലാതുള്ള ഭരണമാണ് കേരളത്തിൽ ഉണ്ടായത്. അതാണ് ജനങ്ങൾ അതിനെ എതിർക്കുന്നത്. അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത അഡ്മിനിസ്ട്രേഷൻ, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത അഡ്മിനിസ്ട്രേഷൻ. ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പ്രയോജനം തരത്തിലുള്ള ഒരു ഭരണമല്ലേ ആവശ്യമായിട്ടുള്ളത് നമുക്ക്. അത് കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും? അതെ, സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ നമ്മൾ അതിൽ കൂടുതലായിട്ട് പരപ്പിലേക്ക് പോകുന്നില്ല, അതിൻ്റെ ആഴങ്ങളിൽ നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രശ്നങ്ങൾ പലതും ഉണ്ട് ബാക്കി വെച്ചുകൊണ്ട് നമ്മുടെ സമയക്കുറവ് മൂലം ഞാൻ ചോദിക്കുന്നത്, ഈ മുദ്രാവാക്യത്തിൽ UDF അല്ലാതെ മറ്റാര് എന്നുള്ള ആ മുദ്രാവാക്യത്തിൽ തന്നെ ഒരു ധാർഷ്ട്യമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ആ ധാർഷ്ട്യമാണല്ലോ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇപ്പോഴും 10 കോടി രൂപയുടെ ഹോർഡിങ്സ് ആണ് പിണറായി വിജയന്റെ പടം വെച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം വെച്ചിരിക്കുന്നത്. അതേപോലെ ഏതാണ്ട് 12,000-ഓളം KSRTC ബസ്സിൽ ശ്രീ പിണറായി വിജയന്റെ പടം വെച്ചുകൊണ്ട് അന്നം തന്നതാര്, വൈദ്യുതി തന്നതാര്, ജലം തന്നതാര്, വായു തന്നതാര്, ഇങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇത് എത്ര കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്നത്? ശബരിമല ആഗോള സംഗമത്തിൽ ശാസ്താവിനേക്കാളും വലുതാക്കി പിണറായി വിജയൻ അവിടെ കട്ടൗട്ട് ചെയ്തു. ഇത് ജനങ്ങൾ സഹിക്കൂ? ഒരു പിണറായി വിജയന് മുൻപിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒരു അംബാസഡർ കാറിൽ യാതൊരു എസ്കോർട്ടും ഇല്ലാതെ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടന്ന ശ്രീ VS അച്യുതാനന്ദന്റെ സ്ഥാനത്താണ് ശ്രീ പിണറായി വിജയൻ വന്നത്. എനിക്ക് ജനങ്ങളുടെ എസ്കോർട്ട് മതി, എനിക്ക് എസ്കോർട്ടൊന്നും വേണ്ട. ആ സ്ഥാനത്താണ് 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്നത്. ഇപ്പൊ ഇറാനിലെ പണമില്ലാഞ്ഞിട്ടല്ല, അബുദാബി UAE അവിടുത്തെ ഭരിക്കുന്ന പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ക്രൗൺ പ്രിൻസ് അവര് മുഴുവൻ ഇപ്പൊ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുക, നടന്ന് കുട്ടികളെയൊക്കെ തലോടിക്കൊണ്ടുമൊക്കെ. ഒരു സുരക്ഷക്കാരനും ഒരു ഗൺമാനും ഇല്ലാതെ ഒരു പോലീസുകാരനും ഇല്ലാതെ. എന്തിനാണ്? നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണെന്നുള്ള സന്ദേശം നൽകുകയാണ്. അപ്പോൾ പിണറായി വിജയൻ 40 അകമ്പടി വാഹനങ്ങൾ വയ്ക്കുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ വായിച്ചെടുക്കേണ്ടത് നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തന്നെയല്ലേ. അപ്പൊ അവിടെയൊക്കെ പലതവണ പോയിട്ടുള്ളൂ. അവരെ കണ്ടു, അവർക്ക് പണമില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ ട്രഷറി കാലിയാണ്, എന്നിട്ടാണ് ഈ ആഡംബരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം, ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇവിടെ വരുന്നത് ഞങ്ങളല്ലാതെ മറ്റാരെ എന്നുള്ളതിൻ്റെ ശരിക്കുള്ള അർത്ഥം, ഞാനല്ലാതെ മറ്റാര് മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കാൻ, ഷാജഹാന്റെ സിംഹാസനം പോലെ അട്ടിപ്പേറായിട്ട് അങ്ങ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം. ഞാനേ ഉള്ളൂ നിങ്ങളെ രക്ഷിക്കാൻ എന്നൊരു ഒരു എന്താ പറയുന്നത്, അത് വൈബ് ഉണ്ടാക്കുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനല്ലാതെ ആര് എന്ന ആ ധാർഷ്ട്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ മൊത്തം എതിരായിരിക്കുന്നത്. ആദ്യത്തെ നോക്കൂ, ഒരു 5 വർഷം കഴിയുമ്പോൾ ആ കസേര ഈ CPM-ലെ മറ്റൊരു നേതാവിന് എന്തുകൊണ്ട് മാറിക്കൊടുത്തൂടാ? പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാര് CPM-ൽ തന്നെ ഇല്ലേ? MA ബേബി ഇല്ലേ? തോമസ് ഐസക് ഇല്ലേ? ശൈലജ ടീച്ചർ ഇല്ലേ? ഈ ഹോർഡിങ്സിൽ 10 കോടി രൂപ മുടക്കിയ ഹോർഡിങ്സിൽ ഞങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി ശൈലജ ടീച്ചർ ആയിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ കേരളത്തിലെ LDF-ന്റെ ചിത്രം വേറൊന്നായി പോയിരുന്നു. ജയിച്ചു പോയാൽ ആ ധാർഷ്ട്യം അതിനുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞ പോലെ LDF ഒന്നാം സർക്കാരിൻ്റെ കാലത്ത്, പിണറായി ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് മുദ്രാവാക്യം ഓക്കെയായിരുന്നു. LDF വരും, എല്ലാം ശരിയാകും, അതൊരാശ്വാസവചനമായിരുന്നു തീർച്ചയായിട്ടും.
പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ ഞങ്ങളല്ലാതെ മറ്റാരും ഇവിടെ ഭരിക്കും, വേറെ ഒരുത്തനും വേണ്ട എന്നുള്ളൊരു അഹങ്കാരത്തിന്റെ സ്വരം അതിനകത്ത് വരുന്നില്ലേ? തീർച്ചയായിട്ടും അത് അപകടകരമായിട്ടുള്ള ഒരു ഫാഷിസത്തിന്റെ ശബ്ദമാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ അശോക് IAS പറഞ്ഞിരിക്കുന്നത്, തുടർ ഭരണം ഫാസിസം കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വളരെ കൃത്യമാണ്. കവി സച്ചിദാനന്ദനും പറഞ്ഞതിന്റെ, സച്ചിദാനന്ദൻ പറഞ്ഞു, ശ്രീ MG വാസുദേവൻ നായർ പറഞ്ഞു, അതെ, ഒരു പ്രസംഗത്തിൽ MG വാസുദേവൻ നായർ പറഞ്ഞു, അത് LDF അല്ലാതെ മറ്റാരേ എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തിൽ തന്നെ അതിന്റെ അഹങ്കാരത്തിന്റെ മണികൾ മുഴങ്ങുന്നുണ്ട്. ഈ മണികൾ മുഴങ്ങുന്നത് ആർക്കു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമാണ്. മെയ് 4-ാം തീയതി തിരിച്ചറിയാൻ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.